അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്ഹബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ബാബു അൽ വുസാത്തു ബിൽ ജാർ. അയൽവാസികളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഇസ്ലാമികമായ മര്യാദ പഠിപ്പിക്കുന്ന അധ്യായം. عن عائشة رضي الله عنها عن النبي صلى الله عليه وسلم قال ما زال جبريل عليه الصلاة والسلام യൂസീനി ബിൽ ജാർ ഹത്താ ളനന്തു അന്നഹു സയുവരിസുഹു. അയൽവാസിയുമായുള്ള ബന്ധം, അയൽവാസിയോട് നിർവഹിക്കേണ്ടുന്ന കടമകൾ വളരെ പ്രാധാന്യത്തോടു കൂടി ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അയൽവാസിയുടെ കാര്യത്തിലുള്ള വസിയ്യത്തായിക്കൊണ്ടാണ് ഈ ഒരു അധ്യായത്തിൽ ഈ ഹദീസ് പഠിപ്പിക്കുന്നത്. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നുകൊണ്ട് നബിക്ക് ആവർത്തിച്ച് വസിയ്യത്ത് ചെയ്തുകൊണ്ടേയിരുന്നു, കൽപ്പന കൊടുത്തുകൊണ്ടേയിരുന്നു. ബിൽ ജാർ, അയൽവാസിയുടെ കാര്യത്തിൽ. അയൽവാസിയെ ശ്രദ്ധിക്കണം, അയൽവാസിയെ പരിഗണിക്കണം. അയൽവാസി നമ്മൾ വയറ് നിറഞ്ഞിരിക്കുമ്പോൾ അയൽവാസി വിശന്നിരിക്കുക നമ്മൾ വയറ് നിറക്കുന്നവരാകരുത്, അയൽവാസിയെ ദ്രോഹിക്കരുത്. ഈ നിലക്കുള്ള ഒരുപാട് ഉപദേശങ്ങൾ അയൽവാസിയുടെ കാര്യത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു തആല നൽകിയിട്ടുണ്ട്. ആ ഉപദേശങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചു തന്നിട്ടുമുണ്ട്. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം മുഖാന്തിരമാണ് വഹ്യുകൾ ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ അയൽവാസിയുടെ കാര്യത്തിൽ ആവർത്തിച്ചുള്ള ഉപദേശങ്ങൾ വന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഹത്താ ലനന്തു അന്നഹു സയുവരിസുഹു. ഇനി മരിച്ചു കഴിഞ്ഞാൽ അയൽവാസിക്ക് അനന്തരാവകാശം പോലും കൊടുക്കേണ്ടി വരുമോ? അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്ന് അയൽവാസിക്ക് അനന്തര സ്വത്ത് കൊടുക്കണമെന്ന നിയമവും കൽപ്പനയും വരുമോ എന്ന് പോലും ഞാൻ കരുതിപ്പോയി എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ട്. അപ്പോൾ ഒരു മനുഷ്യൻ തൻ്റെ കുടുംബ ബന്ധത്തിലുള്ള ആളുകളല്ലാതെ തന്നെ മറ്റുള്ളവരോട് നിർവഹിക്കുവാനുള്ള കടമകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് തൻ്റെ അയൽവാസിയോടാണ്. തൻ്റെ വീടിന് ഏറ്റവും അടുത്ത് കിടക്കുന്ന, തൻ്റെ വീടിനോട് ഏറ്റവും ചേർത്ത് കിടക്കുന്ന വീട്, അത് ഒരു കുടുംബ ബന്ധം പോലെ തന്നെയാണ് അല്ലാഹു തആല സ്ഥാനം നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് അയൽവാസിയുടെ വീട്ടിലുള്ള ഏത് കാര്യങ്ങളിലും തൊട്ടടുത്ത വീട്ടിലുള്ള ആളുകൾ അവകാശികളായി മാറുകയാണ്. ഇവരുടെ സ്നേഹം, ഇവരുടെ കാരുണ്യം, ഇവരുടെ നല്ല ഇടപാടുകൾ, പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകളാണെങ്കിൽ സാമ്പത്തികമായ സഹായങ്ങൾ, അവിടുത്തെ പ്രയാസങ്ങളും ദുഃഖങ്ങളും കണ്ടറിയൽ, അവരുടെ സന്തോഷത്തിൽ പങ്കുചേരൽ, അവരുടെ സന്തോഷത്തിൽ സന്തോഷിക്കൽ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരു അയൽവാസി എന്ന നിലക്ക് നമ്മൾ ചെയ്തു കൊടുക്കേണ്ടുന്ന ബാധ്യതകളാണ്. അയൽവാസികൾ പല രൂപത്തിലുണ്ട്. ചേർന്ന് നിൽക്കുന്ന ആളുകളുണ്ട്, ഇടകലർന്ന് ജീവിക്കുന്ന ആളുകളുണ്ട്. ചിലപ്പോൾ 5 വക്തിലും പള്ളിയിൽ ഒരുമിച്ച് കൂടുന്ന അയൽവാസികളുണ്ട്. ചിലപ്പോൾ ജുമുഅയിൽ മാത്രം ഒരുമിച്ച് കൂടുന്ന ആളുകളുണ്ട്. ചിലപ്പോൾ അങ്ങാടികളിലും മറ്റും കാണുന്ന ആളുകളുണ്ട്. ഇങ്ങനെ ഏത് രൂപത്തിലുള്ള ആണെങ്കിലും ശരി, അയൽവാസികൾ പലപ്പോഴും പലതരത്തിലാണ്. അകന്നവരും അടുത്തവരും ഒക്കെ ആയിക്കൊണ്ട് അതിൽ ഏറ്റവും അടുത്തടുത്ത വീടുകൾ ആരാണോ നമ്മിലേക്ക്, അവരോട് ഏറ്റവും കൂടുതൽ നമുക്ക് ബാധ്യത കൂടുകയാണ്. അപ്പോൾ അയൽവാസിയെ നമ്മൾ ഒരിക്കലും ദ്രോഹിക്കാൻ പാടില്ല, പ്രയാസപ്പെടുത്താൻ പാടില്ല. നമ്മുടെ ഇടപെടലുകൾ അവർക്ക് പ്രയാസമുള്ളതായി മാറാൻ പാടില്ല. നമ്മളെ കൊണ്ട് അവർക്ക് നന്മയും ഗുണവും മാത്രമാണ് ലഭിക്കേണ്ടത്. നമ്മളെക്കുറിച്ച് കേൾക്കുമ്പോൾ അവർക്ക് സന്തോഷമാണ് തോന്നേണ്ടത്. ഈ നിലയ്ക്ക് അയൽവാസിക്ക് സന്തോഷം മാത്രം നമ്മൾ പ്രദാനം ചെയ്യുക. അപ്പോൾ ആ നിലക്കുള്ള ഒട്ടനവധി ഉപദേശങ്ങളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം വന്ന് ആവർത്തിച്ച് നൽകുന്നത്. അതുകൊണ്ട് ആ അയൽവാസിക്ക് അനന്തര സ്വത്ത് പോലും നൽകേണ്ടി വരുമോ എന്ന് ഞാൻ കരുതിപ്പോയി എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ കൃത്യമായി നിർവഹിക്കുക. അതെല്ലാം അള്ളാഹുവിൻ്റെ സ്നേഹത്തിനും ഇഷ്ടത്തിനും കാരണമായി തീരുന്ന വിഷയങ്ങളാണ്. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു അലാ നബിയ്യിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹബിഹി വസല്ലിം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.